സോ നമ്മൾ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് ലിങ്ക് ഒക്കെ എടുക്കട്ടെ. അതിൻ്റെ ഒരു 9:11 വീഡിയോ ഒക്കെ എടുത്ത് നോക്കട്ടെ. ലൈവൊക്കെ സ്റ്റാർട്ടായി, ലൈവ് കൊടുത്തിട്ടുണ്ട്. ലൈവ് ഇപ്പം എന്തായാലും ഒരു 30 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് സാധനം സ്റ്റാർട്ട് ആവേണ്ടതാണ്. പക്ഷേ അതാണ് നിങ്ങളുടെ ചാറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഡിലേ ഉണ്ട്. ആ ഒരു ഡിലേ ക്ഷമിക്കണം എന്നാണ് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല, നമുക്ക് സ്ട്രീം സ്നൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം 30 സെക്കൻഡ് ആയിരുന്നു, അതും പോരാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 1 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. സോ 1 മിനിറ്റ് ഡിലേ ആണ് നമ്മൾ തമ്മിൽ ഉണ്ടാവുക. സെക്കൻഡായി ഇപ്പോൾ 57 മിനിറ്റ് ആയാലോ. ഇപ്പോൾ വരേണ്ടതാണല്ലോ ലൈവിൻ്റെ ലിങ്ക്. ലൈവ് അതിൻ്റെ ലിങ്കൊക്കെ കോപ്പി ചെയ്ത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കണം, ഗ്രൂപ്പിലിടണം. സോ ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പിള്ളേരൊക്കെ അത് വന്നിട്ടുണ്ട്. 36 പേര് ഇതിലായിട്ടും ജോയിൻ ആയിട്ടുണ്ട്. ടീച്ചറിൻ്റെ പിള്ളേരൊക്കെ വരുന്നുള്ളൂ. സോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കഥയൊക്കെ പറഞ്ഞിട്ട് പോകാം. പിള്ളേരൊക്കെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പേരുണ്ട്, ആൾക്കാരൊക്കെ വന്നിട്ടിരിക്കുകയാണ്. ഡെഡിൻ്റെ പിള്ളേരൊക്കെ വന്നിട്ട് TR ഗോഡൊക്കെയാണ്. താമസമൊക്കെ ചാടിക്ക് പോകണ്ടല്ലോ ഡെല്ലി. TR ഗോഡ്, അഷർ, ബോസ്റ്റ്, UN DTR യൂണിക്കോ. ഓക്കെ, അതാണ് UNക്ക് വന്നിരിക്കുന്നത്. ഒക്കെയാണ് അവരുടെ ക്ലാൻ ആയിരിക്കും, എല്ലാവരും ക്രൂവിൻ്റെ പേരായിരിക്കും. അതേ നമ്മുടെ ടെററിൻ്റെ പിള്ളേർ ആദ്യം കയറി ഒട്ടിക്കും. ഡെഡിൻ്റെ പിള്ളേർ സ്ലോട്ട് 10 ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും കാണുന്ന ഒരു ഹായ് ഒക്കെ പറയാം. സോ നമുക്ക് നോക്കാം. നമ്മുടെ ഓക്കെ, ഡെഡിൻ്റെ ടീമിൻ്റെ സ്ലോട്ട് 10 ആണ്. അത് 8, 9 നമ്മുടെ സ്വന്തം ടോപ്പിൻ്റെ പിള്ളേരാണ്. അത് ടോപ്പിൻ്റെ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ടോപ്പിൻ്റെ പിള്ളേരോട് സെറ്റ് ഉണ്ട്. എക്സോഡസിൻ്റെ പിള്ളേരോട് വന്നിരിക്കുന്നുണ്ട്. പറഞ്ഞ അർജുൻ റെഡി, RDXൻ്റെ പിള്ളേരുണ്ട്. കോബി, നമ്മുടെ എററിൻ്റെ പിള്ളേരോടുണ്ട്. VSOP മോനെ പുതിയ ലോഗൊക്കെ ആയിട്ട് VSOP പിള്ളേർ വന്നിട്ടുണ്ട്. അത് VSOP പുതിയ ലോഗൊക്കെ ആയിട്ട് സാക്ക് വന്നിട്ട് മാക്കും പിള്ളേർ എവിടെയെന്ന് ഞാൻ ചോദിക്കുന്നു. നമ്മുടെ IND പിള്ളേരോട് വന്നിട്ടുണ്ട്. IND ടീംസ് ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്ലോട്ട് ഒരാൾ മിസ്സിംഗ് ആണ്. ബാക്കിയുള്ള ഒരു വിചാരിക്കും ടിപ്പെക്സിൻ്റെ ഫുൾ സ്ക്വാഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ നമുക്കത് പിള്ളേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുമെന്ന് നമുക്ക് വിചാരിക്കും. അതുവരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഡെഡ് പ്രതി 200 ആയിട്ടുണ്ട്. നമ്മൾ 200 മാത്രമായിട്ടുള്ളൂ. നമ്മുടെ അടുത്ത സെക്ഷൻ നമ്മുടെ സ്വന്തം 500 ആണ്. ഞാൻ ഇനി 300, 400 ഒന്നുമില്ല, ഇനി 500 നമ്മുടെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ടാർഗറ്റിൽ നമുക്ക് നോക്കാം. ടാർഗറ്റ് മുട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുട്ട് എന്തായാലും മുട്ടേണ്ടതാണ്, മുട്ടിക്കായിരിക്കും. ഫീനിക്സിൻ്റെ പിള്ളേരൊക്കെ അത് വന്ന് സെറ്റായിട്ടുണ്ട്. പിള്ളേർ സ്ലോട്ട് 8 ആണെന്ന് തോന്നുന്നു. സ്ലോട്ട് 8 ആണ്. നമ്മുടെ ഫീനിക്സിൻ്റെ ഒരു വിസാർഡിയൻസ് ഇതിലായിട്ടും ഞാൻ കണ്ടിട്ടില്ല. വിസാർഡ് എന്ന് പറഞ്ഞിട്ട് ടീം സ്ലോട്ട് 7 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇതിലായിട്ടും വന്നിട്ടില്ല. സോ കാണുന്നവർക്കൊരു ഹായും കമൻറ്റൊക്കെ ഇടാണെങ്കിൽ നമുക്കിവിടെ ചില്ലായിട്ടിരിക്കാം, കഥയൊക്കെ പറയാം. ഇതുവരെയും സമയം 9:15 മോനെ. ഇതെന്തുപറ്റി ആരും കയറുന്നില്ലേ? ടീം 11 റിവോൾട്ടിൻ്റെ പിള്ളേരൊന്നും കയറിയിട്ടില്ല, ഇന്നലെയും കയറിയില്ല. അതുപോലെ തന്നെ ടീം 17 കൊമിക്കിൻ്റെ പിള്ളേർ വന്നിട്ടില്ല. ടീം 21 ആരാണ് റേസിൻ്റെ പിള്ളേർ 2 ദിവസമായിട്ട് കാണുന്നില്ല. അവരൊക്കെ എന്ത് പറ്റിയെന്നറിയില്ല, പിള്ളേർ കാണുന്നില്ല. ഇത് ഡെഡിൻ്റെ പിള്ളേർ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം 9:15 9:16 ടിക്കറ്റ് അടിക്കുമ്പോൾ നമ്മുടെ വിമാനം എടുക്കുന്നതായിരിക്കും. എന്ത് പറ്റി? മിറാമർ ആയതുകൊണ്ടാണ് ആരും കയറാത്ത? എന്തോ എനിക്ക് അറിഞ്ഞുണ്ട്. അത് ഫീനിക്സിൻ്റെ പിള്ളേർ വരുന്നുള്ളൂ. നമ്മൾ ടൈമിംഗ് 9:15 16 എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ 16 അടിക്കുമോ? ഓക്കെ, എല്ലാവരും സെറ്റാണെന്ന് വിചാരിക്കുന്നു. അതേ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ മിറാമർ അതേ സ്കോർപ്പിയൻ DX മാപ്പ് എടുത്തില്ല. സ്കോർപ്പിനെ തട്ടേണ്ടി വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു അഹങ്കാരം വലിയ ഗ്രൂട്ട് സാർ ഇൻസ്പിറേഷനായിട്ട് തന്നിട്ടുള്ളത്. ഒരു 500 നമ്മൾ ടാർഗറ്റ് വെച്ചാൽ നമുക്കൊരു 300 എത്തുമായിരിക്കും അടുത്ത മാസം കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട്. നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ. അതേ സംഭവം നമ്മുടെ മരുഭൂമിയിൽ നമ്മുടെ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടോ? ഇല്ല. റൂം മാപ്പിൽ ചുഴലിക്കാറ്റ് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ തോന്നുന്നുണ്ട്. അത് ചുഴലിക്കാറ്റൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മിറാമറാണ് റൂമിൽ കാണുന്നത്. വേറെ ഒന്നുമില്ല. അത് പിള്ളേരൊക്കെ ഓടി കിടക്കുന്നുണ്ട്. സോ നമ്മുടെ ടീമുകളെ നോക്കാം. ടീമിൽ VSOP സാക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് കയറി വന്നിട്ട് മച്ചൻ നൈസായിട്ട് സ്ലോട്ട് മാറിപ്പോയി.
അപ്പോൾ സാക്ക് പെട്ടുപോയിട്ട് നൈസായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ടൈം 9:15 ടൈം പറഞ്ഞു, 9:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ലാസ്റ്റ് നിമിഷത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അന്നേരം ചിലപ്പോൾ ഗെയിം ലോഡാണത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പ്രശ്നമാണ്. ടീം VSOP ഒന്ന് ഇതേ നോക്കാം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ചാടി നടക്കുന്നുണ്ട്. VSOPയിൽ ഇറക്കിയുണ്ട് പുതിയ ആരാണ്, മാക്ക് ഉണ്ട്, ജാക്ക് ഉണ്ട്, സാക്ക് ഉണ്ട്, പിന്നെ ആരാണ്ട് ലോക്ക് പുള്ളി ഏതാ. സോ പിള്ളേർ ഞാനിപ്പോൾ PX നമ്മുടെ കഴിഞ്ഞ ദിവസം ഡിന്നർ അടിച്ച് നമ്മുടെ ഫീനിക്സ് വാരിയേഴ്സിനാണ് സ്പെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല. നമ്മുടെ സ്വന്തം ഫീനിക്സിൻ്റെ പിള്ളേർ നൈസായിട്ട് പൊരിഞ്ഞടിയായിരുന്നു. നമ്മുടെ ഈ എവിടെയാണ് നമ്മുടെ വിഗന്തിയിൽ വെച്ച് പൊരിഞ്ഞടിയായിരുന്നു നമ്മുടെ ലോസ്. ഇന്ന് നമ്മുടെ അവിടെ നൈസായിട്ട് അവസാനം പിള്ളേർ US പിള്ളേർ അടിച്ച് മലത്തി അടിച്ചിട്ട് മച്ചന്മാർ കയറി അടിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ഓക്കെ നമ്മുടെ മിറാമറിലേക്കോ ലോസ് ലിയോൺസിലേക്ക് ആരൊക്കെ പോകുമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഫീനിക്സ് വാരിയേഴ്സ് ആകെ 2 പേരുള്ളൂ. അതുകൊണ്ട് അവരെവിടെ ചാടാൻ നോക്കില്ല. ടോപ്പിൻ്റെ ഉള്ളിൽ നോക്കും. ടോപ്പിൻ്റെ ഉള്ളിൽ എപ്പോഴും ഹോട്ട് ഡ്രോപ്പാണ് ചാടാറ്. പക്ഷേ അവിടെ ഹോട്ട് ഡ്രോപ്പ് ഇറങ്ങി ചാടിച്ചില്ല ഒരു മനുഷ്യൻ വരില്ല. കഴിഞ്ഞ മുമ്പൊക്കെ മറ്റേ റാങ്കിൽ ചാടുമ്പോൾ മച്ചന്മാർ നൈസായിട്ട് നമ്മുടെ ജോർജ് പിള്ളേർ ഇറങ്ങുമ്പോൾ അവർ മാത്രം ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ല ടോപ്പിൻ്റെ ഉള്ളിൽ ചാടിയിട്ടുണ്ട്. പിള്ളേർ പോകുന്ന മോണ്ട് എൽപോസൊക്കെയാണ്. എൽപോസൊക്കെ പക്ഷേ ടോപ്പ് മാത്രമല്ല എക്സോഡസിൻ്റെ പിള്ളേരും ഉണ്ട്. എക്സോഡസിൻ്റെ പിള്ളേർ അവിടെ ഒരു റൈറ്റ് സൈഡിലുണ്ട്. പക്ഷേ ബ്ലാക്ക് ഔട്ട് മാത്രമാണോ? അത് ബ്ലാക്ക് ഔട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് പക്ഷേ വേറൊരു ടീമും കൂടി ഉണ്ട്. ആരോ ഉണ്ട്. അത് ഈ ബ്ലാക്ക് ഔട്ട് ചാടാൻ മറന്നു പോയാലും നമ്മുടെ എൽപോസിലേക്ക് പിള്ളേർ കയറി പോകുന്നു. വേറെ ആരും ഇതുവരെയും ചാടിയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ മാപ്പ് കണ്ട മനസ്സിലാവും. മാപ്പിൽ നോക്കി ലോസ് ലിയോൺസിക്കുന്ന ഒരു മനുഷ്യനില്ല, ചുമക്കാരേക്ക് ഒരു മനുഷ്യനില്ല. പിള്ളേർ ഫുൾ കോമഡിയാണ്. അതായത് ആരെ ചാടുന്നത്. എക്സോസിൻ്റെ പിള്ളേർ നിലത്ത് കുത്തിയിട്ടുണ്ട്. പിള്ളേർ എക്സോസിൻ്റെ പിള്ളേർ നിലത്തിറങ്ങിയിരിക്കുന്നു. ടോപ്പിൻ്റെ പിള്ളേർ മാറിയിരിക്കുന്നു. നമുക്കിവിടെ നോക്കാം ടിപ്പിൻ്റെ പിള്ളേർ ആരൊക്കെ ഉണ്ടല്ലോ. ടിപ്പിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? വേറെ ഒന്നുമല്ല, DXനുള്ളവരാണ്. DX അത് മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ DXൻ്റെ പ്ലെയർ കുറവുണ്ട്. അതേ ക്ഷമിക്കുക. അതിൽ നമ്മൾ മാപ്പ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ പറയാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലല്ല, നമ്മളെപ്പോഴും പറയാം നമുക്കൊരു മാപ്പിൻ്റെ സ്കെഡ്യൂൾ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇൻ കേസ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ മോനെ ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേർ അത് സെറ്റ് എന്ത് പേര് ജിംഷിത്താണ്. ജിംഷിത്തൊക്കെ വന്നിട്ടുണ്ട്. അതേ മോനെ കഴിഞ്ഞ ദിവസം ഡിന്നർ അടിച്ചതിൻ്റെ ആഘോഷത്തിലാന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ കയറി വന്നിട്ടുണ്ട്. മറ്റവർ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിക്കാം. നമുക്കുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് മോനെ പിള്ളേർ നോക്കുക നടുവിൽ ഏരിയയിൽ നോക്കണ്ട ഒരു മനുഷ്യന്മാരില്ല. പക്ഷേ എല്ലാവരും ഇപ്പോൾ കൂട്ടത്തോടെ ചേർന്ന് DTR ഫുൾ ടീമൊക്കെ അതേ കട്ടയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് മോനെ പൊരിഞ്ഞായിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഇവിടെ ടെററിൻ്റെ പിള്ളേരും പിള്ളേരും DTRൻ്റെ പിള്ളേരും ഒരു സൈഡിൽ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ മോനെ നോക്കൂ. സോണാണെങ്കിൽ ആകെ ഒരു 4 പേർക്ക് മാത്രമാണ്. സൈക്കിട്ട് മോനെ സ്പാർട്ടർ പിള്ളേർ നൈസായിട്ടൊരു ഐലൻഡിൽ പോയി നിൽക്കുന്നുണ്ട്. നമ്മുടെ രജനീഷ് വിക്ക് ഓക്കെ ബ്രോ എന്താണ് ടീം 19 ആരാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. IND ഓക്കെ ബ്രോ സോറി ഐ തിങ്ക് ടീം 90 പിള്ളേരോടെ നൈസായിട്ട് ഓടിയെടുക്കുന്നുണ്ട്. ടീം 90 തൊട്ടെടുത്ത് നമ്മുടെ VSOP പിള്ളേരാണ്. വണ്ടി എടുത്ത് നമ്മുടെ IND പിള്ളേർ നൈസായിട്ട് ചാടിപ്പോകുന്നുണ്ട്. വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാനുള്ള ശ്രമമാണ്. എവിടെ ആദ്യത്തെ അടിയായിരിക്കും PX മോനെ ഫീനിക്സ് വാരിയേഴ്സിൻ്റെ അടി അടിച്ചാൽ അയ്യോ മോനെ ഫീനിക്സ് വാരിയേഴ്സിൻ്റെ പിള്ളേർ അത് സ്പാർട്ടർ പിള്ളേർ അടിച്ചിട്ടുണ്ട്. പോരിഞ്ഞായിട്ടാണ് അടിക്കുന്നത്. മോനെ നൈസ്. ഇത് 2 നോക്കിയിട്ട് 8 നോക്കുകളൊക്കെ കൺഫേം ചെയ്തു. ഫീനിക്സ് വാരിയേഴ്സിൻ്റെ പിള്ളേരാണ്. പൊള്ളി അടിയാണ് മക്കളെ. ഇനി അവിടെ സ്പാർട്ട മാത്രമല്ല സ്പാർട്ട PK ഉണ്ട്, KD ഉണ്ട്. പക്ഷേ KD ഇവിടെ ഇല്ല. ഓക്കെ സൈക്കിട്ടോ അത് അറിഞ്ഞൊരു ടീംസാണ് അങ്ങ് ദൂരെ. ഓക്കെ KD ഇവിടെ ഉണ്ട്. KD പക്ഷേ ബാക്കിയുള്ളവർക്ക് എവിടെയാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ഫീനിക്സ് വാരിയേഴ്സ് ഓൾറെഡി മോനെ PK അവിടെ ഉണ്ട്. PK അത് നൈസ് എടുത്ത്. ഫീനിക്സ് വാരിയേഴ്സ് അവിടെ നൈസായിട്ട് 2 vs 2 സിറ്റുവേഷനിലാണ് പിള്ളേരോട് ഓടിയെടുക്കുന്നുണ്ട്. ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ടീംമേറ്റ് ഓൾറെഡി ഒരു നോക്കൊക്കെ ഇട്ട് 2 പേരെ തീർത്തിട്ടുണ്ട്. 2 പേരെ പെട്ടിയാക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ PX ഞങ്ങൾ 4 പേര് വന്നാലും ഞങ്ങൾക്ക് പുല്ലാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേർ വാരിയർ ആരൊക്കെയാണ് ഇതിൽ നിന്ന് പൊളിച്ച് നടക്കുന്നതെന്ന് കണ്ട് നോക്കാം. മോനെ വാരിയർ ഒരിക്കലും പെയിൻ ഒരിക്കലും വെച്ചെടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഷെയർ ചെയ്താണ് അടിക്കുന്നത്. തുടർന്ന് നോക്കാം DTRൻ്റെ പിള്ളേർ അവിടെ ഒരു പൊരിഞ്ഞടി. നമുക്കൊരു ഇവിടെ നല്ലൊരു അടി നടക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, പിള്ളേർ കണ്ടോ ഒരുമിച്ചാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. കാരണം എല്ലാവരും നേരത്തെ ലോസ് ലിയോൺസിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ലോസ് ലിയോൺസിൽ ഒരാളും പോയില്ല. അവിടെ ആരുമില്ല. ഹോട്ട് ഡ്രോപ്പിൽ ആരും ഇറങ്ങിയിട്ടില്ലെന്ന്. ഓക്കെ ടീം 90 നമ്മുടെ മോൻ ഇവിടെ IND പിള്ളേർ ചെറിയൊരു ഫൈറ്റ് കഴിഞ്ഞാൽ പിള്ളേർ വണ്ടിയൊക്കെ എടുത്ത് ഓടിപ്പോയാണ്. അതേ അവിടെ നമ്മുടെ ആരാണുള്ളത് VSOP പിള്ളേർ. പക്ഷേ ഇസഡാറിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. ഇസഡാറിൻ്റെ പിള്ളേർ അത് ഗണ്ണുകളൊക്കെ പെറുക്കി ഓടുകയാണ്. മോന് മിറാമറാണ്. സാൻഡ്സ്റ്റോം ഒക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ സാൻഡ്സ്റ്റോം ഇല്ലാതെ മുകളിൽ നിന്ന് DTRൻ്റെ പിള്ളേർ നൈസായിട്ട് സ്ലോട്ട് 16 ആരാണ് എററിൻ്റെ പിള്ളേരായിട്ട് ചെറിയൊരു ഫൈറ്റ് എടുക്കുകയാണ്. പക്ഷേ ഫൈറ്റുകളൊന്നും എടുക്കുന്നില്ല. തിരിച്ചോടുകയാണ് ചെയ്യുന്നത്. ലോങ് റേഞ്ച് ആരും അടിക്കുന്നില്ല. പക്ഷേ ഫൈറ്റുകളൊന്നും കാണുന്നില്ല. ആകെ ഒരു ഗിൽഫീഡിൽ വന്ന് നമ്മുടെ പിള്ളേരെ ആരാണ് നമ്മുടെ ഫീനിക്സ് വിങ്സിൻ്റെ പിള്ളേർ മാത്രമാണ് ഒരു ചെറിയൊരു ഗിൽഫീഡ് വന്ന് PX വാരിയർ. അത് PX ഒരു OP ആണ്. ഇന്ന് അവർ ഡിന്നർ അടിക്കുമോ? അത് 2 പേര് മാത്രം വെച്ച് അവർ ഡിന്നർ അടിക്കുകയാണെങ്കിൽ അതൊരു വളരെ ഒരു ചരിത്രമാകുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ നോക്കാം. ചരിത്രമാകുമായിരിക്കും.
പക്ഷേ നോക്കാം റെഡ് സോണിലാണ് പിള്ളേർ കുറേ ഉണ്ട്. ടിപ്പിൻ്റെ പിള്ളേർ അവിടെ ഒരു സൈഡിലുണ്ട്. അത് ഇവിടെ ടിപ്പിൻ്റെ പിള്ളേർ എന്ത് പറ്റി ഇപ്പോൾ എല്ലാവരും പല സ്ഥലത്താണ് നോക്കുന്നു. അത് ഇവിടെ ടൊർണാഡോ ഒരു സൈഡിലാണ്, ടിപ്പിക്സ് വാനം വുഡ്മാൻ എല്ലാവരും പല സ്ഥലത്താണ്. പക്ഷേ ലൂട്ടുകളാണ്, ലൂട്ട് മുഖ്യം എന്ന് പറഞ്ഞിട്ട് ഡെഡിൻ്റെ പിള്ളേർ ഒരു സൈഡിലുണ്ട്. ഡെഡിൻ്റെ പിള്ളേർ എഴുതുകൊണ്ട് ഡെഡിൻ്റെ പിള്ളേർ ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഡെഡിൻ്റെ തൊട്ടപ്പുറത്താണുള്ളത് നോക്കാം. മതി റെഡ് തിയോസിനുള്ള ഒരു ഡോക്കെ തിയോസിനുള്ള ഒരു ഡെഡിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. മച്ചന്മാരൊക്കെ ചുമ്മാ കറങ്ങി എടുക്കുന്നുണ്ട്. അത് ഡെഡും പിള്ളേരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നോക്കാം ഗ്രൗണ്ടിൽ ഇനി ആരും ഡെഡിൻ്റെ പിള്ളേരും ടോപ്പിൻ്റെ പിള്ളേരുണ്ട്. എക്സോഡസിൻ്റെ പിള്ളേർ അത് ഇവിടെ ചുമ്മാ കറങ്ങി എടുക്കുന്നുണ്ട്. മച്ചന്മാരും നൈസായിട്ട് അത് ലൂട്ടൊക്കെ എടുത്ത്. പക്ഷേ അവിടെ ആരുമില്ല. ടോപ്പിൻ്റെ പിള്ളേർ നീങ്ങി ഇറങ്ങിയത് ടെററിൻ്റെ പിള്ളേർ നോക്കാം. ടെറർ രണ്ടുപേരും മാത്രമാണ്. അത് രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് മോനെ വേറെ ലെവലത്തെ പിള്ളേർക്ക് ചുമ്മാ ഓടി കിടക്കാണ്ട് ലൂട്ട് പോലും കിട്ടാതെയുള്ള ഓട്ടാണ് ടെററിൻ്റെ പിള്ളേർ ചെയ്യുന്നത്. സ്പാർട്ടയുടെ അവിടുത്തെ ഫൈറ്റ് ഇതിനും കഴിഞ്ഞില്ല. പിള്ളേരവിടെ ചുമ്മാ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീനിക്സിൻ്റെ പിള്ളേരെ അടിക്കാനുള്ള ശ്രമമാണ്. മോനെ ഡാർക്കിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. വിസാഡ് മോനെ വിഷയമായിട്ടുണ്ട് ചെറുതായിട്ട്. അത് അടിച്ച കില്ല് ചെയ്ത് അപ്പം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മുടെ വിസാഡ്. അത് എവിടെയാണ് വിസാഡ്? ഡി എക്സിൻ്റെ പിള്ളേരോട് ഡി എക്സ് ഓക്കെ വൈപ്പർ ഡി എക്സിൻ്റെ പിള്ളേരോടെ ഉണ്ട്. ഡി എക്സിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു നോക്കിയിട്ട് അപ്പം തന്നെ അടിച്ച് പെട്ടിയാക്കിയിട്ടിരിക്കുന്നു. ഡാർക്ക് ടൊർണാഡോ അത് അങ്ങനെ ടിപ്പെക്സിൻ്റെ ഒരു മെമ്പർ കുറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 3 പേര് വെച്ച് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേ പിള്ളേരൊക്കെ അടുത്ത് വരുന്നുണ്ടോ ഇല്ല. ഇനി ഇവിടെ ഫൈറ്റ് നടക്കാനുള്ളത് ഡെഡിൻ്റെ പിള്ളേർ ഫൈറ്റ് എടുക്കില്ല. എല്ലാവരും അങ്ങ് ദൂരെയാണ്. പലരും പല സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും അടുത്തടുത്താണ്. പക്ഷേ സോണിൽ ആരുമില്ല മോനെ. സോബസ് VSOP സാക്ക് പാവം മച്ചൻ നൈസായിട്ട് വന്നപ്പോഴേക്കും ഗെയിം സ്റ്റാർട്ടായി പോയി. അതുകൊണ്ട് മച്ചൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും മോനെ ഇസഡാറിൻ്റെ പിള്ളേർ മോനെ ഇവിടെ ഒരു ഫൈറ്റ് എടുക്കും. എല്ലാവരും ഒരു സൈഡിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പറയാം, എല്ലാവരും ഒരു സൈഡിൽ പോയി നിൽക്കുകയാണ്. കാരണം ലോസ് ലിയോൺസ് ഉണ്ട് അവിടെ. സാധാരണ ഹോട്ട് ഡ്രോപ്പിൻ്റെ ഏരിയയാണ്. പക്ഷേ അവിടെ ഒരു മനുഷ്യൻ ഇറങ്ങിയില്ല. ഇവിടെ എന്തുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ബ്രോസ്. പക്ഷേ നമുക്ക് പിള്ളേർ നമുക്ക് നൈസായിട്ട് നിങ്ങളുടെ ടീമിനൊക്കെ നമുക്ക് പോയി അർജുൻ റെഡ്ഡിയും പിള്ളേർ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഐലൻഡിലാണ്. ഒരു ഐലൻഡിൽ ഇവർ ഒറ്റയ്ക്കും ഇവർ മാത്രമുള്ളൂ. അച്ഛന്മാർ ചാടി കിരി നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മരങ്ങളൊക്കെ റെൻഡറായി വരുന്നുള്ളൂ. എന്ത് പറ്റിയെന്ന് അറിയില്ല. മിറാമറൊക്കെ ഇപ്പോൾ നല്ല ലാഗ് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. ഇനി ഞാൻ ഏത് ടീമിനാണ് കാണിക്കാത്തതെന്ന് അറിയില്ല. ഏതൊക്കെ ഫീനിക്സിൻ്റെ പിള്ളേരോടെ ഫൈറ്റ് എടുക്കുന്നുണ്ടോ എടുക്കോ? അവരാണ് ഇത്തിരി കൂടി അടുത്തുള്ളത്. പക്ഷേ അവർ ഫൈറ്റ് നിർക്കില്ല. മച്ചന്മാരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കണ്ടേ. ഏതൊക്കെ ഗണ്ണ് കിട്ടുന്നുണ്ട് മോനെ. പുതിയ WIN94 ആണ് നമ്മുടെ ഈ സ്കോപ്പ് വെച്ച WIN94. അങ്ങനെ WIN94നെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കുന്നു സ്കോപ്പ് വെച്ച് കൊടുത്തോണ്ട്. എന്നാലും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തുണ്ടാകുമെന്ന് മോനെ. ഇവിടത്തെ PX വാരിയർ ഇവിടത്തെ സെറ്റാണ്. പക്ഷേ എന്തുണ്ടാകും? ചുമ്മാ ഇവിടെ നിന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒരു ഫൈറ്റ്, എവിടെയും ഒരു ഫൈറ്റ് കാണുന്നില്ല. എന്തുകൊണ്ടാലും ഡെഡിൻ്റെ പിള്ളേർ ഫൈറ്റ് എടുക്കുമോ? ഡെഡിൻ്റെ പിള്ളേരോട് ചെറിയൊരു ഫൈറ്റ് എടുക്കേണ്ട സമയമാണ്. മാപ്പിൽ നമ്മൾ ദൂരെ നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ മാപ്പിൽ പക്ഷേ എല്ലാവരും അകലെയാണ്, വളരെ അകലെയാണ് മോനെ. ഡെഡിൻ്റെ അടുത്ത് ഒരു മനുഷ്യക്കുട്ടി ആരുമില്ല. എല്ലാവരും പല സ്ഥലത്ത് പരന്ന് കിടക്കണം. കോബി മാത്രമാണ് സെപ്പറേറ്റ് ഒന്ന് ഓടി കിടക്കുന്നത്. കോബി എങ്ങോട്ടാണ്? കോബി ഒറ്റയ്ക്കാണ്. ലൂട്ടില്ലാത്തതുകൊണ്ട് എങ്ങും മാറിപ്പോവുകയാണ് നമ്മുടെ പിള്ളേർ. അതേ എന്താണ് എററുണ്ടോ? അതേ എററിനെയാണ് ഞാൻ സ്പെക്ക് ചെയ്തിട്ടുണ്ട്. എറർ ആരാണ്? സോളോ. ഇപ്പോൾ എററിൻ്റെ പിള്ളേരുണ്ട്. എററിൻ്റെ ഫുൾ സ്ക്വാഡാണോ ഇരിക്കുന്നത്. നമ്മുടെ എറർ വൈപ്പർ ഉണ്ട്, കോഡ് റെഡ് ഉണ്ട്, അതുപോലെ തന്നെ കോബി ഉണ്ട്, എറർ റെബൽ ഉണ്ട്. സോ എററിൻ്റെ പിള്ളേർ ഇവിടെ 404. പക്ഷേ നോട്ട് ഫൗണ്ട് ആണ്. ലൂട്ടൊന്നും കിട്ടാത്തതെന്ന് തോന്നുന്നു. പിള്ളേർക്കെല്ലാം നോട്ട് ഫൗണ്ട് ആണ്. സോ ഇതിൽ PC ഗെയിമേഴ്സ് മോനെ ഇസഡാറിൻ്റെ അവിടെ ചെറിയ അടി നടക്കുന്ന ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ നമ്മുടെ 18 നമ്മുടെ പിള്ളേർ അവിടെ ആരാണ്? VSOP പിള്ളേർ. അപ്പോൾ തൊട്ടപ്പുറത്തുണ്ട് VSOP പിള്ളേരായിട്ട് ചെറിയൊരു അംഗം ഉണ്ടാവില്ലെന്ന് അറിയില്ല. VSOP പിള്ളേർ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല. അവരും ലൂട്ട് ചെയ്യണം. എല്ലാവരും ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു അടി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അതെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇവിടെ നിന്ന് പോവുകയാണ്. ഇസഡാറിൻ്റെ പിള്ളേർ ആരെയും കണ്ടിട്ടില്ല, സ്പോട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ഇന്ന് അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല, നമ്മുടെ GTA 5 നമ്മുടെ എപ്പിക് സ്റ്റോറിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. PC ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടായാലും ഇപ്പോൾ വാങ്ങിക്കേണ്ട. ഇപ്പം ഒരു സൈറ്റ് ഡൗൺ ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. മോനെ പിള്ളേരോട് നൈസായിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട്. ലോഡ് നൈസായിട്ട് പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇസഡാറിൻ്റെ പിള്ളേരെ സ്പോട്ട് ചെയ്യുന്നു. റീപ്പർ അത് മോനെ ഇസഡാറിൻ്റെ പിള്ളേരെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഇസഡാർ ജാക്ക് അവിടെ ഉണ്ട്. ജാക്കിനെ സ്പോട്ട് അടിക്കാൻ വേണ്ടി ജാക്കും നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു അടി, എവിടെയും അടി പൊട്ടാം. പക്ഷേ അടി എവിടെയും പൊട്ടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കോമഡി. ഇവിടെ സ്പാർട്ടാരെ പിള്ളേർ അടി പൊട്ടുണ്ടാകും. അവിടെയും അടി പൊട്ടുന്നില്ല. എങ്ങും അടി പൊട്ടാതെ മോനെ അടി തുടങ്ങിയിരിക്കുന്നു. ആരാണ് അടി തുടങ്ങിയിരിക്കുന്നത്? റീപ്പർ മോനെ. VSOP ജാക്കിനാണ് കിട്ടിയിരിക്കുന്നത്. ജാക്കിന് നല്ല ചെറുതായിട്ട് ഡാമേജ് ആയി മച്ചാൻ. പക്ഷേ നൈസായിട്ട് ഒളിച്ചിരിക്കുന്നു മോനെ. സ്പാട്ടം മോനെ അടി തുടങ്ങി. മോനെ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന അടി അവിടെ സ്പാട്ട്. പക്ഷേ മോനെ അടുത്ത റീപ്പർ VSOP മാക്കിനെ അടിച്ചിട്ട് നോക്കിയിരുന്നത്. ഒന്ന് സ്വിച്ച് ചെയ്യാൻ പോകാറുണ്ട്. പക്ഷേ അപ്പോഴേക്കും മാക്ക് എവിടെയാണ്? മാക്ക് എവിടെയാണ്? ഓക്കെ മാക്ക് അവിടെ ഒറ്റയ്ക്കാണ്. അത് മാക്കോട് വണ്ടിയുടെ എടുത്തുകൊണ്ട് സ്പാട്ട് PX വാരിൻ്റെ അങ്ങനെ PX ഓക്കെ അങ്ങനെ ഫീനിക്സിൻ്റെ പിള്ളേർ മൊത്തത്തിൽ തീർന്നു. നമ്മുടെ സ്പാട്ട് പിള്ളേർ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ റീപ്പർ നൈസായിട്ടൊരു ഫിനിഷിന് വേണ്ടി നിൽക്കണം. പക്ഷേ അവിടെ ലോഡുണ്ട്. ലോഡ് എന്താണ് ചെയ്യുക? ലോഡോടെ നെയ്ഡൊക്കെ എറിയോ മോനെ? നെയ്ഡൊന്നും അറിയില്ല. മാക്കിനൊന്നും ചെയ്യും, ലോഡിനൊന്നും ചെയ്യാൻ പറ്റാത്ത സ്മോക്ക് പോലും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ആക്കി ലോഡും ജാക്ക് മാത്രം ഒന്നുമില്ല. രണ്ടുപേരും സ്കെച്ച് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ റെഡ് സോൺ വന്നിരിക്കുന്നു. ജാക്ക് റെഡ് സോണിൽ വീണ്ടും മരിക്കുകയോ ഇല്ലെന്ന് കണ്ടറിണ്ടിരിക്കുന്നു. ലോഡാതെ പോകുന്നു. മാക്കിന് എന്ത് പറ്റി? മാക്കിന് ഒരു റെവെടുക്കില്ല. പക്ഷേ മാക്കിന് ഇപ്പം മുകളിൽ നിന്ന് അടിച്ച് പെട്ടിയാക്കും ചാൻസ് ഉണ്ടെന്ന് കാണുന്നു. അതെ റീപ്പർ അതെ കാണുന്നു. ഇഴഞ്ഞ് പോകുന്നത് കാണുന്നുണ്ട്. അത് എക്സോഡസ് മോനാക്കില്ല കൺഫേം ചെയ്ത് നമ്മുടെ റീപ്പർ അവിടെ പിള്ളേർ നൈസർ വണ്ടിയൊക്കെ ഇടിച്ച് വന്നിട്ടുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് എക്സോഡസിൻ്റെ പിള്ളേർ
ഇവിടെ ഇനി ഒരു ഫൈറ്റ് ഉണ്ടാകുമോ ഇല്ലെന്ന് കണ്ടിട്ട് എക്സോഡ് അവിടെ ചെറുതായിട്ടൊരു വണ്ടി കൊണ്ട് ഇടിച്ച് എക്സോഡസ് മോർട്ടൽ നോക്കായിട്ടുണ്ട്. അത് ടോപ്പിൻ്റെ ഉള്ളവരാണ് നൈസായിട്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. വണ്ടി കൊണ്ട് ഇടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഇടിച്ച് നോക്കാക്കിയത് അവർ പക്ഷേ തീർക്കോയില്ലെന്ന് പറയുമ്പോൾ അവിടെ പോരിഞ്ഞടിയാണ്. ആരാണ് ടോപ്പ് ജോക്കറും വൈപ്പറും പിള്ളേർ നൈസൊരു സ്പ്രേ ചെയ്തുകൊണ്ടാണ് അടിക്കുന്നത്. പക്ഷേ അവിടെ നമ്മുടെ പിള്ളേരുടെ കയറി റെഡി പുഷ് ചെയ്യോ ഇല്ലെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. PX അങ്ങനെ തീർത്തിട്ടുണ്ട്. സോ ഫീനിക്സ് വാരിയേഴ്സിൻ്റെ പിള്ളേരെ ഇന്നലത്തെ ഡിന്നറിൻ്റെ ഉഷാർ അവർക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റി. പക്ഷേ ഇന്ന് 2 പേര് മാത്രമായിരുന്നു, അതുകൊണ്ടായിരിക്കാം പിള്ളേർ അടിക്കാഞ്ഞത്. പക്ഷേ നമ്മുടെ ടോപ്പിലുള്ള ഒരു പുഷാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അത് വരുമ്പോൾ ഡ്രാഗൻ്റെ അടിക്ക് മുമ്പിൽ നമ്മുടെ വൈപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല. വൈപ്പർ നൈസായിട്ട് നോക്കാക്കിയിരുന്നു. പിന്നെ ആരാണോ ഇവിടെ പോരി മോൻ എക്സോഡ് സൈക്കോ നൈസായിട്ട് മുകളിലായിട്ട് വെനത്തിനടിക്കാൻ നോക്കി. പക്ഷേ ജോക്കർ അവിടെ റബ്ബ് എടുക്കാനുള്ള ശ്രമമാണ്. എക്സോഡസിൻ്റെ പിള്ളേർ അത് ചുറ്റും കയറി പോകുന്നു. മോട്ടലത് വളഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് മോട്ടലത് കയറി അടിക്കാനുള്ള ശ്രമമാണ്. അത് മുകളിൽ കയറി അടിക്കുകയോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോനെ പിള്ളേരത് നൈസായിട്ട് കില്ലുകളും കൺഫേം ചെയ്യോ. ഇനി എവിടെയാണ് അടുത്തടി നടക്കും. മോനെ മുകളിലേക്ക് മോളിയൊക്കെ എടുത്തെറിയുന്നുണ്ട്. മോളിൽ പക്ഷേ ഒന്നും ഉണ്ടായില്ല. ടോപ്പ് വൈപ്പറിൻ്റെ റബ്ബ് ആരും എടുത്തിട്ടില്ല ഇതുവരെയിട്ടും. പക്ഷേ അവിടെ നിന്ന് ഡ്രാഗൺ അടിക്കുന്നു. ഡ്രാഗൺ അത് നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ഔട്ട് അത് എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ നൈസായിട്ട് കറങ്ങുന്നു. ഇതുപോലെ ഫുൾ പിള്ളേരും നമ്മുടെ ടോപ്പിൻ്റെ ഉള്ളവരെ വളഞ്ഞിട്ടുണ്ട്. ഇനി വളഞ്ഞിന് നൈസായിട്ട് ഒരു പുഷ് വരോ ഇല്ലെന്ന് കണ്ടറിയിരിക്കുന്ന നെയ്ഡുകളെല്ലാം ചെന്നം പിന്നെ പോകുന്നുണ്ട്. പക്ഷേ നെയ്ഡിലൊന്നും വീഴുന്നില്ല ആരും. അത് ഡ്രാഗൺ ഒരു സൈഡിൽ നിന്നും നമ്മുടെ ഈ മോർട്ടൽ ഒരു സൈഡിൽ നിന്നും ഇവിടെ ഒരു സൈക്കോതേ പോകുന്നുണ്ട്. നൈസായിട്ട് പുഷ് ചെയ്ത് ടോപ്പിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും. ടോപ്പിൻ്റെ പിള്ളേർ മുകളിലേക്ക് കയറുന്നുണ്ട്. വൈപ്പർ മുകളിൽ കയറി അവരെ പൊസിഷൻ നോക്കുന്ന സ്പോട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. ഫുഡ് സ്റ്റെപ്പുകൾ മാത്രം കേൾക്കുന്നുള്ളൂ തോന്നുന്നുണ്ട്. അതേ വൈപ്പർ ആരെയും അടിച്ചിട്ടില്ല. പിന്നെ ഈവളിന് അടിച്ചു. VSOP പിള്ളേർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അടി നടക്കുന്നുണ്ട്. ഈ സിഡാറിൻ്റെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ മോനെ ടോപ്പിൻ്റെ പിള്ളേരെല്ലാം ഒരു സൈഡിൽ വന്ന് നിൽക്കുന്നു. മുകളിലാകെ വൈപ്പർ മാത്രമാണ്. വൈപ്പറിനെ കയറിടിക്കും നമ്മൾ. ഡ്രാഗൺ വരുന്നു. ഡ്രാഗൺ കയറിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഗൺ പോലും കയ്യിലില്ല. ഡ്രാഗൺ ഗണ്ണിലാണ്ടാണ് ഓടിക്കയറിയത്. പക്ഷേ ഡ്രാഗൺ താഴേക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ പൊരിഞ്ഞ കോമഡിയാണ്. TiP നമ്മുടെ ടോപ്പ് വേനം ഇവിടെ ഫുൾ കോമഡി. ജോക്കർ അത് വീണുണ്ട്. ഇവിടെ പൊരിഞ്ഞടിയാണ്. ജോക്കർ അത് ഇവിടെ ഒളിഞ്ഞിരുന്നടിക്കുന്നു. എല്ലാവരും ഇവിടെ കൂട്ടപ്പൊരിച്ചില്ല. നമ്മോനെ കില്ലുകളെല്ലാം അടിച്ച കില്ലുകളെല്ലാം കൺഫേം ചെയ്ത് എക്സോഡസ് ബ്ലാക്ക് ഔട്ട് ആ കില്ലുകളെല്ലാം കൂടി ഒരുമിച്ചാണ് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ അടി തീർന്നില്ല. പക്ഷേ താഴെ നമ്മുടെ ZRൻ്റെ പിള്ളേർ ചെറിയ ഫൈറ്റ് എടുക്കുന്നു. ZRX വാറിന് ഇവിടെ വീണിട്ടുണ്ട്. വാറിന് നോക്കാണ്. പക്ഷേ അവിടെ VSOP പിള്ളേരെ മൊത്തത്തിൽ വൈപ്പ് ചെയ്ത് നമ്മുടെ ZRXൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോഴേക്കും അവർ വൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ മോശമായി ബ്രോ. ടെററിൻ്റെ പിള്ളേരോട് ചെറിയൊരു അടി നടക്കുന്നുണ്ട്. ടെറർ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. ടെററിൻ്റെ പിള്ളേരോടെ ഓക്കെ പിള്ളേർ ടെററിൻ്റെ പിള്ളേരായിട്ട് ചെറിയൊരു അംഗത്തിലാണ്. അത് ഡെക്സ്റ്റർ അവിടെ നൈസ് വരുന്നു. മോനെ ക്ലോസ് വരുന്നൊരു ക്ലോസ് പക്ഷേ അടിക്കുന്നു. പക്ഷേ അടിക്കാൻ നോക്കും. ഡെക്സ്റ്റർ റോപ്പി അടിക്കാൻ നോക്കുന്നത്. പക്ഷേ ഡെക്സ്റ്റർ റോപ്പി നിൽക്കും തോന്നുന്നില്ല. അതേ പിള്ളേർ തലങ്ങിനെയും ബിലിങ്ങിനെയും അടിച്ച് നമ്മുടെ ടെററിൻ്റെ പിള്ളേരെ പെട്ടിയാക്കി വിട്ടു. ടെററിൻ്റെ പിള്ളേർക്ക് ടെററാവാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കാം അതേ നമ്മുടെ പിള്ളേർ എല്ലാവരും സോണിന് പുറത്തുണ്ട്. സോണിൻ്റെ പുറത്ത് മുകളിൽ നിന്ന് തിയോസിലൊക്കെ നോക്ക് വീഴുന്നുണ്ട്. മോനെ ഇവിടെ തിയോസിൻ്റെ പിള്ളേർക്ക് എന്ത് പറ്റി വീണ് നോക്കാവുന്ന അവസ്ഥയാണ് കാണുന്നത്. 2 പേര് അത് വണ്ടി ബൈക്കിൽ നിന്ന് വീണ് നോക്കായിരിക്കുന്നു. പക്ഷേ ഒരു റവ് എടുക്കാൻ പിള്ളേർ വരില്ലെന്ന് കണ്ടറിയേണ്ടിരിക്കുന്ന തിയോസിൻ്റെ പിള്ളേർ ഓൾറെഡി സോണിൽ ഇവിടെ ഇല്ല. സോ തോറിൻ്റെയും യൂസിൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. റവ് എടുക്കാൻ പോലും ആരും വരില്ല. നമുക്ക് കണ്ടറിയുമ്പോൾ തിയോസ് DTR മോനെ അവിടെ പോരും. സ്പാർട്ടയുടെ പിള്ളേരായിട്ട് ഒരു അടി നടക്കണം. അതേ ഇവിടെ ഗോഡിനെ പെട്ടിയാക്കി വിട്ടിട്ടുണ്ട് നൈസായിട്ട്. സ്പാർട്ട 2 പേര് മാത്രം DTR നമ്മുടെ ഫുൾ സ്ക്വാഡ്. പക്ഷേ പിള്ളേർ ഇവിടെ ആകെ ബ്രാഗ മാത്രമേ ബ്രാഗ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബ്രാഗ ഇവിടെ എന്ത് ചെയ്യും. അത് മെട്ടടിക്കാൻ KGA നൈസായിട്ട് അത് അഴഞ്ഞഴഞ്ഞാണ് പോകുന്നത്. കാല് കാണണമെങ്കിൽ അടിക്കാന്നുണ്ടെങ്കിൽ ബ്രാഗ അത് അടിക്കുന്നൊക്കെ മോനെ മൂവ് ചെയ്യണ നേരത്ത് പിന്നെ ബ്രാഗയുടെ കിടുക്കാച്ച് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അടിച്ച നോക്ക് കില്ലാക്കിയിട്ട് നമ്മുടെ ബ്രാഗയുള്ളൂ. പക്ഷേ ഇനി സ്പാട്ട KD മാത്രമാണ്. സ്പാട്ടയിൽ എന്തും നടക്കാം മോനെ. നമ്മുടെ DTRൻ്റെ പിള്ളേർക്കുള്ള സപ്പോർട്ടാണോ അല്ല വേറെ ടീമാണ് വന്നത്. ആരാണ് പോയത്. നമ്മുടെ എററിൻ്റെ പിള്ളേരാണ്. എററിൻ്റെ പിള്ളേരുടെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ മച്ചന്മാരോട് ആരെയും ഒന്നും കണ്ടില്ല. ഫൈറ്റ് അതേ മോനെ എററിൻ്റെ പിള്ളേർ പോകുന്നു. DTRൻ്റെ പിള്ളേർ ഫൈറ്റ് എടുക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്. അതേ മോനെ അടിക്കുന്നു. ചെറിയൊരു ഗൺ ഷോട്ട് എടുത്ത് പിള്ളേർ അറിയിക്കുന്നു. മക്കളെ ഞാൻ ഇവിടെയുണ്ട് വന്ന് അടിച്ചിട്ട് പോടാ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ആരാണ് പിന്നിൽ നമ്മുടെ കോബിർ പിള്ളേർ അത് നൈസ് ഗൺ ഷോട്ട് കിട്ടിയിരിക്കുന്നു. പിള്ളേർ മച്ചന്മാരെല്ലാം കൂടി നൈസായിട്ട് DTRൻ്റെ പിള്ളേർ അടിക്കാൻ പോകുന്നു. ഇവിടെ നമ്മുടെ ആരാണ് മോനെ സ്പാട്ടോടെ നൈസായിട്ട് നെയ്ഡൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. പിള്ളേർ ഇവിടെ സെറ്റാണ്. പിള്ളേർ വിട്ട അടിയാണ് പൊരിഞ്ഞ് അടിക്കുകയില്ല. പിള്ളേരോട് നൈസ് സോണിൽ കയറി. പക്ഷേ ഇവിടെ നമ്മുടെ DTR ബ്രാഗുണ്ട്. ബ്രാഗ് ഒറ്റയ്ക്കാണ്. അല്ല DTR അഷറൊക്കെ എവിടെയാണെന്ന് അറിയില്ല. അഷറും പിള്ളേരും സോണിൽ നിന്ന് വരുന്നേ ഉള്ളൂ. മച്ചന്മാർ അപ്പോഴേക്കും നൈസായിട്ട് നമ്മുടെ DTR ബ്രാഗോടെ നൈസായിട്ട് സ്നൈപ്പറൊക്കെ എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അത് മിറാമറിൽ ഏറ്റവും ആവശ്യം സ്നൈപ്പറും അല്ലെങ്കിൽ സ്പ്രേ ചെയ്താലുള്ള കഴിവുമാണ് വേണം. 2 ഇല്ലെങ്കിൽ ഒട്ടും സീനാണ്. ഇവിടെ കവറിന് പോലും ഒരു സ്ഥലമില്ല. കണ്ടില്ല ഫുൾ ഓപ്പൺ ഏരിയാസാണ്. ഇവിടെ എന്തുമുണ്ടാകാം. ഇനി അടുത്തടി നടക്കാനുള്ള സ്ഥലം എവിടെയെന്ന് കണ്ടറിയേണ്ടിയിരുന്നു. എക്സോഡസിൻ്റെ അടുത്ത് നൈസായിട്ട് നമ്മുടെ വൈപ്പറിൻ്റെ പിള്ളേർ കയറിപ്പോണ്ട്. അവിടെ പോയി എന്തെങ്കിലും ഒരു അടി ഇടാക്കും. ഓൾറെഡി സ്ക്വാഡിനെ വൈപ്പ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ എക്സോഡസിൻ്റെ പിള്ളേർക്ക് അത് താങ്ങാൻ പറ്റില്ല. കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്മോക്കുകളിട്ട് നമ്മുടെ DTR ബ്രാഗ വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണ്. പക്ഷേ വണ്ടിക്ക് സ്മോക്ക് കിട്ടില്ല. അത് മച്ചാൻ വണ്ടി എടുത്തിരിക്കുന്നു. സ്പാട്ട് അടിച്ചിടോ ഇല്ല പോലെ സ്പാട്ട് അടിച്ചിടാനുള്ള ശ്രമമാണ്. പക്ഷേ ഒരു ബുള്ളറ്റ് വണ്ടി പുകഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത 2 ബുള്ളറ്റിന് വണ്ടി കത്തും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. പക്ഷേ പിള്ളേർ വഴിയിൽ നിന്ന് അടിച്ചിടോ ഇല്ലെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
സ്പാട്ട കെട്ടി നൈസായിട്ട് അടിച്ചിടാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതേ സോണാണ് മുഖ്യം. ബിഗിലേ എന്ന് പറയുന്നത് നമ്മുടെ DTR ബ്രാഗ നൈസായിട്ട് ഉള്ളിൽ കയറിപ്പോയി. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം തിയോസിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു എക്സോഡസിൻ്റെ പിള്ളേരായിട്ട് ഫൈറ്റ് എടുക്കും. മച്ചന്മാരെ മിറായിട്ട് കൊണ്ടൊന്ന് നിർത്തിയിട്ട് മിറാട്ടോടെ സൈഡിലൊക്കെ ചാമ്പിട്ട് ഗോൾഡൻ മിറായിട്ട് ഇതിലില്ലാന്ന് തോന്നുന്നത്. അതേ കാണുന്നില്ല. തിയോസിലൊക്കെ രണ്ടുപേരും മാത്രം വണ്ടിയിൽ നിന്ന് വീണ് നോക്ക് ചെയ്ത്, കാരണം ബാക്കിയുള്ള രണ്ടുപേർക്ക് അങ്ങ് ദൂരെയുമായതുകൊണ്ട് റബ്ബ് എടുക്കാൻ പറ്റില്ല. വിസ നമ്മുടെ വൈപ്പറിൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ എക്സോസിൻ്റെ പിള്ളേർ അടിച്ചിടാൻ നോക്കുന്നത്. വൈപ്പറിൻ്റെ പിള്ളേർ പുഷ് ചെയ്യുന്ന ശ്രമമാണ്. പക്ഷേ വൈപ്പറിൻ്റെ പിള്ളേർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇവർക്ക് അറിയില്ല, നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ടോപ്പിൻ്റെ പിള്ളേർ വൈപ്പായി ബ്രോ. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് പെട്ടിയായിപ്പോയി. നാല് പേര് എക്സോഡസിൻ്റെ പിള്ളേർ നൈസായിട്ട് അടിച്ച് വളഞ്ഞിരുന്ന് അടിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിൽ മാത്രം നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി ഒന്നും കണ്ടില്ല. പിന്നെ ഫുൾ പച്ചപ്പകയായിരുന്നു, അതുകൊണ്ടൊന്നും നടന്നില്ല. ഇനി ഇവിടെ നമ്മുടെ ബ്ലാക്ക് കൗണ്ട് പിള്ളേരോട് നൈസായിട്ട് ലൂട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ തിയോസിൻ്റെ പിള്ളേരുടെ സൈഡിലുണ്ട്. തിയോസിൻ്റെ പിള്ളേർ നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നോക്കൂ, ഒരു കൂട്ടപ്പൊരിച്ചിലിനുള്ള സമയമില്ല. നമ്മളിത് കാണുന്നത് നമ്മുടെ എററിൻ്റെ പിള്ളേർ നൈസായിട്ട് ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ശ്രമമാണോ, അവിടെ ഒന്നും നടക്കുന്നില്ല. വണ്ടി എവിടെയൊക്കെ ഇടാൻ പറയുന്നുണ്ട്, പക്ഷേ മച്ചന്മാർ ഓൾ ചാറ്റിലിട്ടാണ് സംസാരിക്കുന്നത്. എന്ന കാര്യം ഇവർ മറന്നുപോയോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ടോപ്പിൻ്റെ പിള്ളേർ തീർന്നു ബ്രോ. ടോപ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് പെട്ടി, ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. അത് വെനത്തിൻ്റെ പിള്ളേരുണ്ട്. വെനത്തിൻ്റെ പിള്ളേർ 3 പേരും ഇവിടെ അത് പയ്യെ കളിക്കുകയാണ്. ഇതുവരെ ആരെയും തീർത്തിട്ടില്ല. നമ്മുടെ മോനെ RDX പിള്ളേർ നൈസായിട്ട് അങ്ങ് ദൂരെ പതുക്കെ കളിച്ചാൽ ഡ്രോപ്പുകളൊക്കെ വീഴുന്ന ഡ്രോപ്പുകൾ ആരും എടുക്കുന്നില്ല. നമ്മുടെ VSOPയുടെ സാക്ക് മോനെ ഇസഡാറിൻ്റെ പിള്ളേർ വരുന്നുണ്ട്. VSOPയുടെ സാക്ക് വേണ്ടി ചെറിയൊരു അങ്ക് ഉണ്ടാകും ചാൻസ്. പക്ഷേ നമ്മുടെ DTRൻ്റെ പിള്ളേർ അവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളതിനെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ എററിൻ്റെ പിള്ളേരായിട്ട് ചെറിയൊരു അംഗം ഉണ്ടാക്കുകയോ ഇല്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇസഡാറിൻ്റെ പിള്ളേർ കയറി പോകുന്നത് റോഡ് വഴി പോകുന്നുണ്ട്. നേരെ അവർ VSOP സാക്ക് ഒറ്റ കളിക്കുന്നത് നമ്മുടെ VSOPയുടെ പിള്ളേർ വായിക്കുന്നത്. അതേ മോനെ രണ്ടുപേരും ഒരേ വീട്ടിൽ കയറി കളിക്കുന്നതെന്ന് പറയുന്നു. അതേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് രണ്ട് ഇപ്പോൾ DTRൻ്റെ പിള്ളേരെ തന്നെ ഒരു ഗോഡ് തീർന്നിട്ടുണ്ട്. പക്ഷേ DTR ബോസ് ബ്രാഗ് എത്തിയിരിക്കുന്നു. ബ്രോ ബ്രാഗ് അങ്ങനെ അവരെ കൂടെ കയറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബ്രാഗ് അവർ സ്നൈപ്പ് കയറും. അതേ ബ്രാഗ് അവിടെ നോക്കുന്നുണ്ട്. 8x ഒക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. കെട്ടനടിക്കാനുള്ള ശ്രമമാണ്. അവിടെ ഒരു തല കണ്ടല്ല അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ബ്രാഗ് അത് നോക്കുന്നുണ്ട്. അത് സ്കോപ്പ് ഓണാക്കി 8x വെച്ച് അടിക്കാൻ നോക്കുന്നു. പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കാണുന്നില്ല, അവിടെ ആരുമില്ല. അതുകൊണ്ടാണ് അവിടെ നോക്കുമ്പോൾ ഒന്നും കാണാത്തത്. ഇസഡാറിൻ്റെ പിള്ളേർ നൈസർ നമ്മുടെ VSOPയുടെ പിള്ളേരായിട്ട് നൈസർ ഒന്ന് ഉടക്കിയിട്ടുണ്ട്. അത് VSOP സാക്ക് കൂടെ ഉണ്ട്. VSOP സാക്കിന് അടിക്കാൻ വേണ്ടി മോനെ നൈസർ VSOP സാക്കോടെ ആംബുഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ VSOPയുടെ സാക്കിൻ്റെ കെണിയിൽ ആരൊക്കെ വീഴില്ല എന്ന് നമുക്ക് കണ്ടറിയാം. പിള്ളേർ മൊത്തം അത് വീട് വളയുകയാണ്. നെയ്ഡുകളൊക്കെ എടുത്തറിയുമ്പോൾ അത് മോനൊക്കെ ഇവൾ കയറി വരുന്നു. ഇവളിനെ അത് നോക്കാക്കി വയ്ക്കുന്നു. മോനൊക്കെ ഇല്ല, പക്ഷേ കൺഫേം ആക്കി വിടുകയും ചെയ്തു. മോനെ VSOP സാക്കിന് ഒന്നും നോക്കാൻ, മുമ്പിലും പിന്നിലും ഒന്നും നോക്കാൻ. അത് ഗരാജ് കയറ്റാൻ പറയുന്നുണ്ട്. പക്ഷേ അതേത് പ്ലെയറിനോടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പിള്ളേരോട് നൈസായിട്ട് അതേ നോക്കുന്നു. ഇവിടെ പിന്നിൽ നിന്ന് അടിച്ച് നമ്മുടെ VSOP സാക്ക് ഒരു കില്ല് കൺഫേം ആക്കി വിട്ടിരിക്കുന്നു. വേറെ ലെവലിൽ കളിയാണ്. അതേ ഇതിൻ്റെ മുകളിൽ ഏതിൻ്റെ മുകളിലാണെന്ന് അറിയില്ല. അത് പിള്ളേരത് നൈസായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇവിടെ VSOP സാക്ക് ഒരു നെയ്ഡ് ഇട്ടു. ഇല്ലാതെ നെയ്ഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. അത് നെയ്ഡ് കുക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറിയ ശ്രമമാണ്. അത് പക്ഷേ റീപ്പർ അങ്ങ് മാറിയിട്ടുണ്ട്. റീപ്പറിന് കൊടുക്കുന്നു. റീപ്പർ ആ നെയ്ഡിൽ വീണില്ല, ജസ്റ്റ് മിസ്സിനാണ്. പിള്ളേർ അത് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അത് മുകളിലേക്ക് കയറി വരുന്നു. അതേ മോനെ അടിക്കാനുള്ള ശ്രമം. പക്ഷേ മോനെ കിട്ടിയിരിക്കുന്നു. റീലോഡ് ചെയ്ത് മോനെ പൊരിഞ്ഞാട്ടി ഒറ്റയ്ക്ക് അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ മച്ച നൈസായിട്ട് 2 നോക്കിട്ടു. പക്ഷേ 2 നോക്കിട്ട് ഒരു കില്ലും ഇട്ടു. അവർ 4ാമത്തെ അടിച്ചതിൽ മച്ചൻ്റെ ഒരു ഹിസ്റ്ററി ഷോട്ടായതിന്. കാരണം 1 vs 4 കിടുക്കാച്ച് ക്ലച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റിയതിന്. പക്ഷേ മച്ചൻ അടിയിൽ ഒരു റീലോഡ് അടിക്കാൻ പോയി. ആ റീലോഡിൽ പിള്ളേർ കയറി ഒന്ന് അടിച്ച് പുകച്ചളയുകയും ചെയ്തു. പക്ഷേ എന്നാലും 2 നോക്കിടാൻ പറ്റി. അതേ നമ്മുടെ തിയോസിൻ്റെ ഉള്ളവരുടെ സോണൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് RDXൻ്റെ പിള്ളേർ കയറി ഒരു അറിയുന്നുള്ളൊരു അവസാന സോണിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ പതുക്കെ കളിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ട്. അത് TIPXനുള്ളൊരു മോശമല്ല. എന്ത് വാങ്ങിച്ചു. DTRൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. DTRൻ്റെ പിള്ളേർ നിങ്ങൾ കറങ്ങി നടക്കുകയാണ്. ഇനി എവിടെയും ഒരു ഫൈറ്റ് കാണാൻ പറ്റുമോ നമുക്ക് ചോദിച്ചാൽ അയ്യൻ്റെ പിള്ളേർ, മിസഡാറിൻ്റെ പിള്ളേർ, സ്പാട്ടൻ്റെ പിള്ളേർ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവേണ്ടതാണ്. സ്പാട്ട തന്നെ ഭാഗ്യം. ഇവരെന്തൊക്കെയോ മോശമായ വാക്കുകൾ സംസാരിക്കുന്നത് നമ്മളത് ഓൾച്ചായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത് വളരെ ഭാഗ്യമാണ്. അതേ മോനെ സ്പാട്ടാക്കിയിട്ട് ഇവിടെ നൈസായിട്ട് അടിക്കാനുള്ള ശ്രമമാണ്. മച്ചാനത് ആകാശത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. എയിം ചെയ്യാനുള്ള ശ്രമമാണ്. ആകാശി കിടന്ന് അവിടെ എയിം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇസഡാറിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് റബ്ബൊക്കെ എടുത്ത് ലൂട്ട് ചെയ്ത് എസ്കേപ്പ് ആവുന്ന ശ്രമമാണ്. അയ്യൻ്റെ പിള്ളേർ തൊട്ടപ്പുറത്ത് റബ്ബൊക്കെ എടുത്ത് കഴിഞ്ഞില്ല. എന്താണ് ചെയ്യുന്നത്? ബട്ട് 3 പേരും വട്ടം അനുശോചനം അറിയിക്കുകയാണെന്ന് അറിയില്ല. പിള്ളേരോട് നോക്കി നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറം പക്ഷേ സോൺ വരുന്നൊരു സോൺ 20 മിനിറ്റ് അയ്യൻ്റെ പിള്ളേർ നൈസായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്പാട്ടാക്കേടി പിന്നെ പുറകിൽ നിന്ന് അടിക്കും. അതെ ഇവിടെ ഇയർഫോൺ വാങ്ങിക്കേണ്ട കഥയാണ് ഇപ്പോൾ പിള്ളേർ പറയുന്നത്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റരുത്. നിങ്ങളുടെ ഭാഗ്യമെന്ന് നിങ്ങൾ കരുതിയാൽ മതി. അതെ എനിക്ക് മാത്രമാണ് ആ നിർഭാഗ്യം ഉള്ളത്. നമ്മുടെ പിള്ളേരത് നൈസായിട്ട്
പിള്ളേർ ഇവിടെ എന്തൊക്കെയോ ഫൈറ്റ് നടക്കേണ്ടതാണ്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? എവിടെ എല്ലാവരും പല സ്ഥലത്താണ് നിൽക്കുന്നത്. DTRൻ്റെ പിള്ളേർ ഒരു സൈഡിൽ, എററിൻ്റെ പിള്ളേർ ഒരു സൈഡിൽ, DTRും അതിവിടെ INൻ്റെ പിള്ളേർ വരുന്നുണ്ട്. INൻ്റെ പിള്ളേർ പിന്നിൽ. എന്താ INൻ്റെ പിള്ളേർ സ്പെക്കാത്ത? ഓക്കെ, INൻ്റെ പിള്ളേർ ഇതാ അത് INൻ്റെ പിള്ളേരോട് നൈസ്. അത് INൻ്റെ പിള്ളേർ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ടത്. പിള്ളേർ ഇവിടെ അതേ ഫുള്ള് ചില്ലിങ്ങാണ്. മച്ചന്മാരോട് എന്താണ് ചെയ്യുന്നത് അറിയില്ല. ഇനി ഒരു ഫൈറ്റ് ഉണ്ടാവുമെന്ന് അറിയാം. എല്ലാവരും നല്ല കട്ട TP ആണ്. അർജുൻ റെഡ്ഡിയും പിള്ളേർ മക്കളെ അവസാനം അർജുൻ റെഡ്ഡി പിള്ളേർ നടുക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് നൈസായിട്ട്, നടുക്കളത്തിൽ ആരും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും, പക്ഷേ നടുക്കളത്തിൽ നിറച്ച ആൾക്കാരുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. അർജുൻ റെഡ്ഡിയും നമ്മുടെ RDXൻ്റെ പിള്ളേരാണ്. അർജുൻ റെഡ്ഡി ആൻഡ് ടീം മോനെ ലൈവ്. എററിൻ്റെ പിള്ളേർ അവിടെ ചുമ്മാതി പാട്ടും പാടി നിൽക്കുകയാണ്. അവരൊന്നും ചെയ്യുന്നില്ല. അവരെടുത്തേക്ക് ഇനി വേറെ പിള്ളേർ ഇറക്കി വിടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലെവൽ 3 ഹെൽമെറ്റൊക്കെ കാണുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന അർജുൻ റെഡ്ഡി. ആർക്കെങ്കിലും കിട്ടാത്തതിൽ ഉടൻ വന്ന് എടുക്കണം എന്നാണ് നമ്മുടെ അർജുൻ റെഡ്ഡി പറയുന്നത്. പക്ഷേ മാർക്കിങ് ഞാൻ രൂഹം വെച്ചാണ് പറഞ്ഞത്. മച്ചാൻ്റെ സൗണ്ട് പോലും എനിക്ക് ലെവൽ 3 ബാഗും കാണുന്നു. അത് എന്താണ് നടക്കാൻ പോകുക എന്ന് എനിക്ക് കണ്ടറിയില്ല. കാരണം നോക്കിയാൽ എല്ലാവരും പല സ്ഥലത്ത് കൃത്യം പൊസിഷൻ, 12 ടീമും 12 സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ 12 സ്ഥലത്തും എന്തും ഉണ്ടാവും, പക്ഷേ വേറെ ആരുമില്ല. എല്ലാവരും സോണിൻ്റെ കറക്റ്റായിട്ട് ഉള്ളിൽ കയറി കിടക്കുന്നുണ്ട്. പക്ഷേ സോണിൽ ഒന്നും നടക്കുന്നില്ല. എല്ലാവരും നല്ല കവർ എടുത്തിട്ട് കട്ട TPP ആണ്. ഈ മിറാമർ മാപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എല്ലാവരും നല്ല കട്ട TPP ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. TPP നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഇനി അറിയില്ല. മിറാമർ മാപ്പിൽ വല്ല പുതിയ വല്ല റൂൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്, കില്ലുകൾ എടുക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് നോക്കാം, ഓരോ ടീമിൻ്റെ കില്ലുകൾ നമുക്ക് നോക്കാം ഓവറോളായിട്ട്. സോ നമ്മുടെ ഡെഡിൻ്റെ പിള്ളേർക്ക് കില്ലുകളൊന്നുമില്ല. എക്സോഡസിൻ്റെ ടീമിന് 2, നമ്മുടെ മോർട്ടൽ 2 കില്ല്, ബ്ലാക്ക് ഔട്ട് 2 കില്ല്, ടോപ്പിൻ്റെ ഉള്ള വൈപ്പ് ചെയ്ത് അവരാണ്. സോ നമ്മുടെ പിള്ളേർ നൈസായിട്ട് അത് 4 കില്ലോട് എക്സോഡസിൻ്റെ പിള്ളേരുണ്ട്. എക്സോഡസിന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മോർട്ടലോടെ കിടക്കുന്നുണ്ട്. അത് ആരെങ്കിലും കാണുന്നെങ്കിൽ അടിച്ച് തല പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേരോട് നിൽക്കുന്നു. താഴെ നമ്മുടെ RDX പിള്ളേർ ഇതുവരെ മാറിയും തീർത്തില്ല. എററിൻ്റെ പിള്ളേരും സെയിം അവസ്ഥ തന്നെ. 4 പേരുമുണ്ട്. 4 പേരും മാറിയും തീർത്തിട്ടില്ല. അതുപോലെ തന്നെ വെനത്തിൻ്റെ പിള്ളേരുണ്ട്. വെനത്തിൻ്റെ പിള്ളേർ മാറിയും തീർത്തിട്ടില്ല. നമ്മുടെ സ്പാർട്ടാക്കിയായിട്ട് 2 പേരെ തീർത്തിരിക്കുന്നു. നമ്മുടെ INൻ്റെ പിള്ളേർ 2 പേരെ തീർത്തിട്ടുണ്ട്. തിയോസിൻ്റെ പിള്ളേർ അതോട്ട് നൈസായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് എക്സസ് മോട്ടൽ കണ്ടിട്ടുണ്ട്. മോട്ടൽ പക്ഷേ അത് എടുക്കില്ലെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിയോസിൻ്റെ പിള്ളേർ ആരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വിസാർഡും DXും അത് DXൻ്റെ പിള്ളേരും കറങ്ങി നടക്കുകയാണ്. ഇസഡാറിൻ്റെ പിള്ളേരും കറങ്ങി നടക്കുന്നു. 4 പേരെ ഒന്ന് തീർത്തുകൊണ്ട്. അതുപോലെ നമ്മുടെ DTRൻ്റെ പിള്ളേർ ഒരാളെ തീർത്തുകൊണ്ട് കറങ്ങി നടക്കുന്നു. അത് എല്ലാവരും ആരും കില്ലുകൾ കുറവാണ്. പക്ഷേ കില്ലുകൾ നമുക്കറിയാം അവസാനമാകുമ്പോൾ 37 പേരുടെ കില്ലിൽ എത്ര പേര് ബാക്കിയുണ്ടാകുമ്പോൾ കാരണം ഫീനിക്സ് വിങ്സ് എന്തായും ചോദിക്കുന്നത് ബ്രോ. ഫീനിക്സ് വിങ്സ് നൈസായിട്ട് പെട്ടിയായിട്ടുണ്ട്. പിള്ളേർ 2 പേരുണ്ടായിരുന്നു. 2 പേരും നേരത്തെ തന്നെ അടിച്ച് പെട്ടിയാക്കി പിള്ളേർ കയറ്റി വിട്ടു. മോനെ IND നമ്മുടെ ഇസഡാറിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. ഇസഡാറിൻ്റെ അടുത്ത് പോരിഞ്ഞടി INൻ്റെ പിള്ളേരാണ്. ഇസഡാറിൻ്റെ ആർദർ വീണ്ടിരിക്കുന്നു. റീപ്പർ വീണ്ടിരിക്കുന്നു. ഇവിടെ ഇനി ആരുമില്ല. INൻ്റെ പിള്ളേർ നൈസായിട്ട് പിള്ളേർ അടിച്ചിട്ടുണ്ട്. INൻ്റെ പിള്ളേർ ഇസഡാറിൻ്റെ പിള്ളേർ സപ്പോർട്ടുമായി വരും. അത് ഇവിടെ എററിൻ്റെ പിള്ളേരുണ്ട്. മോനെ അടിച്ച കില്ലുകളെല്ലാം പിള്ളേർ അത് കൺഫേം ചെയ്ത് വിടുന്ന ആർദറിനെയും റീപ്പറിനെയും അത് പിള്ളേർ തീർത്തിരിക്കുന്നു. മോനെ പൊളി അടിയാണ് അടിച്ച INൻ്റെ പിള്ളേർ. പക്ഷേ തൊട്ടപ്പുറം നമ്മുടെ എററിന് വേണ്ട സ്മോക്കുകളൊക്കെ എറിയുന്നുണ്ട്. റബ്ബ് എടുക്കണം ശ്രമം. പക്ഷേ എററിൻ്റെ പിള്ളേർ തൊട്ടപ്പുറത്തുണ്ട്. എററിൻ്റെ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടെങ്കിൽ ഇസഡാറിൻ്റെ പിള്ളേർ ബഗ്ഗിൽ പോകുന്ന പിള്ളേർ അടിച്ചിട്ട് അത് അവിടെ ദൂരെ നിന്ന് അടിക്കുന്ന മോനെ പോരിങ്ങ സ്പ്രേ ആണ്. കോബിയുടെ അതെ കോബിയുടെ പിള്ളേർ അടിച്ചിടാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. മോനെ നമ്മുടെ പിള്ളേർ നൈസായിട്ട് ടെററിൻ്റെ പിള്ളേർ അടിക്കാനുള്ള ശ്രമമാണ്. ടെററാണോ അല്ല DTRൻ്റെ പിള്ളേർ നൈസായിട്ട് പുഷ് ചെയ്ത് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേ ബ്രാഗ് അപ്പോഴേക്കും വണ്ടിയൊക്കെ എടുത്ത് അതേ വഴിയൊക്കെ മാറ്റി പിള്ളേർ പോകുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പോൾ നമ്മുടെ INൻ്റെ പിള്ളേർ അടിച്ച് പെട്ടിയാക്കില്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. മോനെ അടിച്ചിരിക്കുന്നു വേറെ ലെവൽ. DTRൻ്റെ പിള്ളേരൊക്കെ ആയിട്ട് വണ്ടി അടിച്ച് പൊട്ടിക്കില്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. പക്ഷേ നൈസായിട്ട് IND റോഹനെ അവിടെ അടിച്ച് നോക്കിയിട്ട് നമ്മുടെ സ്വന്തം പിള്ളേർ അത് മോനെ അഷറത് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷ അതാ വന്ന വഴിക്ക് പോകുന്ന മോനെ അടുത്ത മോനെ ബോസ് DTR നൈസായിട്ട് 2 നോക്കിയിട്ടുണ്ട്. അത് 2 നോക്കിയിട്ടുണ്ട്. അത് ഇനിയുള്ള നോക്ക് ഈ 2 നോക്ക് റവ് എടുത്താൽ മാത്രമേ. പക്ഷേ നൈസായിട്ട് DTRൻ്റെ പിള്ളേർക്ക് പുഷ് ചെയ്യോ ഇല്ലെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. പിള്ളേർ പുഷ് എക്സോറിൻ്റെ പിള്ളേർ നമ്മുടെ RDXൻ്റെ പിള്ളേർ ചെറിയ അടുത്തടി മോനെ അവിടെ നോക്കുകൾ വീഴുന്നുണ്ട്. അർജുൻ റെഡ്ഡി RDXൻ്റെ. പക്ഷേ മോഗ്ലി എന്താണ് ചെയ്യാമെന്ന് കണ്ടറിഞ്ഞിരിക്കുന്നു. മോഗ്ലി എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ RDXൻ്റെ അടുത്ത് പോകണമെന്നുണ്ട്. അങ്ങനെ എക്സോഡസിൻ്റെ പിള്ളേർ അടിച്ച് തീർത്തോ ഇല്ലേ? മോർട്ട് 1/3 ഇവിടുത്തെ ഷാഡി നൈസായിട്ട് ഇത് സ്പ്രേ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാഡിയുടെ സ്പ്രേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ മോനെ? എക്സോഡസിൻ്റെ പിള്ളേർ ഇവിടെ തീർത്ത് വിട്ടിട്ടുണ്ടോ അറിയില്ല. ബ്ലാക്ക് ഔട്ട് അവിടെ ഇപ്പോൾ ഉണ്ട്. ബ്ലാക്ക് ഔട്ട് എടുത്ത് ഓക്കെ പിള്ളേർ അത് വണ്ടി എടുത്ത് പോവുകയാണ്. വണ്ടി എടുത്ത് അത് പിള്ളേർ നൈസായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വണ്ടിയിലാരും കയറിയില്ല. ഷാഡി അത് നൈസായിട്ട്
കവർ ചെയ്ത് വരുന്ന മോനെ പിള്ളേരോട് നൈസായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സോഡസിൻ്റെ എടുത്ത് നോക്കാം. എക്സോഡസിൻ്റെ പിള്ളേർ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയിരിക്കുന്നു. DT റഷർ റോഷൻ ഇവിടെ ഈ കില്ലുകൾ തീർന്നു. പക്ഷേ തൊട്ടപ്പുറം നമ്മുടെ എക്സോഡസ് ബ്ലാക്ക് ഔട്ട് മുകളിലുണ്ട്. ബ്ലാക്ക് ഔട്ട് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു കണ്ടറിയുന്നു. വൈപ്പർ DX അവിടെ വാറിനെ അടിച്ചിട്ടുണ്ട്. വൈപ്പറിൻ്റെ പിള്ളേരോടെ DX പിള്ളേർ വാറിനെ അടിച്ചിട്ടുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേർ മൊത്തം തീർത്തോ ഇല്ലയെന്ന് കണ്ടറിയിരിക്കുന്നു. അതെ ഇസഡാറിൻ്റെ പിള്ളേർ തീർത്ത് പെട്ടിയൊക്കെ ഇസഡാറിൻ്റെ പിള്ളേരെ മൊത്തം തീർത്തിട്ടുണ്ട്. ഇനി IND പിള്ളേരെയും തീർത്ത് വിട്ടോ ഇല്ലയെന്ന് അറിയില്ല. DT പിള്ളേർന്ന് അവിടെ നിന്ന് ചാമ്പുന്നുണ്ട്. അത് DT അഷറിനെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടമാണ്. മോനെ DT അഷർ വീണിട്ടുണ്ട്. അഷർ വീണ്ടിരിക്കുന്നു. മോനെ IND പിള്ളേർ നൈസായിട്ട് തിരിച്ചും അടിക്കുന്നു. മോനെ DTR ബോസിനെ അടിക്കാനുള്ള ശ്രമമാണ്. അതെ പക്ഷേ കില്ലുകൾ കൺഫേം ചെയ്യാനുള്ള ശ്രമമാണ് പിള്ളേർ അടിക്കുന്നത്. അതെ IND പിള്ളേർ നൈസായിട്ട് നോക്കുന്നുണ്ട്. അതെ പക്ഷെ ഒന്നും നടക്കുന്നില്ല. അടിച്ച് നോക്കിടാനുള്ള ശ്രമമാണ്. ചുമ്മാ സ്മോക്കിലേക്ക് സ്പ്രേ ചെയ്യുന്നു നമ്മുടെ ഷാഡി. പക്ഷെ അവിടെ സോൺ ഡാമേജ് പിള്ളേർ എടുക്കുന്നുണ്ട്. അത് ബ്രാഗേഴ്സ് സോണിൽ വേണ്ടിയിരിക്കുന്നു മോനെ പൂളി അങ്ങനെ പക്ഷെ പിന്നിൽ നിന്ന് മോനെ ടിപ്പെക്സിൻ്റെ പിള്ളേർ അടിക്കുന്നു. അത് നമ്മുടെ ടിപ്പെക്സിനുള്ള നൈസായിട്ട് സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോണിലൊന്നും കയറാൻ അടിക്കുന്നത്. DTRൻ്റെ പിള്ളേർ സോണിൽ വീടോ ഇല്ലെന്ന് കാണാം. രണ്ടുപേരും നോക്കണം. അത് ബോസ് ഇവിടെ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയിരിക്കുന്നു. ബോസ് അത് നൈസായിട്ട് വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണ്. അത് ബോസ് അവിടെ മെഡടിക്കുന്നു. താഴെ ടിപ്പെക്സിൻ്റെ പിള്ളേർ അടിക്കുന്നു. ടിപ്പെക്സ് മോനെ നൈസായിട്ട് മീനെ അടിച്ച് നമ്മുടെ IND പിള്ളേർ അടിച്ചിരിക്കുന്നു. അത് വനം അവിടെ നൈസായിട്ട് നോക്കാണ്. വനത്തിന് അത് അടിച്ച് പെട്ടിയേക്കെന്ന് അറിയില്ല. അത് IND ക്ലോസിന് അടിക്കുന്നുണ്ട്. അത് ക്ലോസ് നൈസായിട്ട് നോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഇവിടെ സ്മോക്കിലൊക്കെ വാരി പിള്ളേർ വണ്ടി എടുത്ത് പോകാൻ നോക്കുന്നു. മോനെ അടുത്തടി പിള്ളേരെ അടിക്കുന്നു. പിള്ളേർ എവിടെ പൊരിഞ്ഞടിയാണ്. അടുത്തടി മോനെ തിയോസ് ആരെ അടിക്കുന്നു. മോനെ എററിന് അടിക്കാനുള്ള ശ്രമമാണ് തിയോസ് നടക്കുന്നത്. പക്ഷേ അവിടെ ഒന്നും നടന്നില്ല. തിയോസിൻ്റെ അവിടെ എററിൻ്റെ പിള്ളേർ അടിക്കുന്നത്. എററിന് മോനെ നോസ്കോപ്പായിട്ട് നമ്മുടെ അയൺ സൈഡ് പിള്ളേർ അടിക്കുന്നുണ്ട്. അതേ പിള്ളേർ അടിച്ചു. ഓക്കെ അങ്ങനെ എക്സോറസ് പിള്ളേർ അടിച്ചു. നമ്മുടെ ഫ്ലാഷിന് പിള്ളേർ തീർന്നത്. ഇവിടെ എങ്ങും മടികൾ മാത്രമാണ് കാണുന്നത്. അവിടെ ഒരു സൈഡിൽ IND പിള്ളേർ അടിക്കുമ്പോൾ മറു സൈഡിൽ DTRൻ്റെ പിള്ളേർ അതങ്ങ് ദൂരെയാണ്. പക്ഷേ നമ്മുടെ ടിപ്പെക്സിൻ്റെ പിള്ളേർ അവിടെ ഒരു ടിപ്പ് ഷാഡിയൊക്കെ എടുക്കാച്ച് സ്പ്രേ വനത്തിനടിക്കുന്ന ശ്രമമാണ്. വനം അങ്ങ് വീണ്ടിട്ടുണ്ട്. നൈസായിട്ട് ഷാഡിയാക്കില്ല കൺഫേം ചെയ്യില്ല കണ്ടിരിക്കുന്നു. ഷാഡി നൈസായിട്ട് അടിക്കുന്നു. നോക്കുന്നു മോനെ വുഡ്മാൻ ഓടുന്നു. പക്ഷേ ജസ്റ്റ് മിസ്സിന് പോയിരുന്നു. പക്ഷേ പിള്ളേരൊക്കെ അടിക്കിട്ടിന് നമ്മുടെ ഈ പിള്ളേർ ഷാഡിന് ആരടിച്ചിട്ടുണ്ട്. പക്ഷേ വുഡ്മാൻ നൈസായിട്ട് കവറേക്ക് വന്നിരിക്കുന്നത്. വനം അവിടെ നോക്കണം. വനം അവിടെ വനത്തിൻ്റെ റബ് എടുക്കുന്നു. പക്ഷേ വനത്തിൻ്റെ റബ് എടുക്കാനുള്ള ശ്രമമാണ്. അതെ പക്ഷേ വിസാർഡ് DXനോട് എല്ലായിടത്തും അടിയാണ്. പക്ഷേ നമുക്കൊന്നും കാണുന്നില്ല. എല്ലാവരും പൊരിഞ്ഞടിയാണ്. ഒരു സൈഡിൽ എററിൻ്റെ പിള്ളേർ ഓടി നമ്മുടെ സോണിലേക്ക് കയറാൻ നോക്കുന്നു. മറു സൈഡിൽ തിയോസിൻ്റെ പിള്ളേർ അവിടെ നടിക്കാനുള്ള ശ്രമം. അങ്ങനെ വനത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് യൂണിക്ക് ബോസ് DTRൻ്റെ പിള്ളേർ അടിച്ചിരിക്കും. നമ്മുടെ ഇവിടെ താഴെ വൈപ്പറിൻ്റെ പിള്ളേർ നൈസായിട്ട് കോട്ടറിന് അടിക്കാനുള്ള ശ്രമമാണ്. വൈപ്പർ നമ്മുടെ DXൻ്റെ പിള്ളേർ. പക്ഷേ DXനൊന്നും നടന്നില്ല. അതേപോലെ എററിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. എററിൻ്റെ പിള്ളേർ ഇവിടെ നോക്കായിട്ടുണ്ട്. വൈപ്പർ ഫിനിഷ് ആയിട്ടുണ്ട്. വൈപ്പറിൻ്റെ കില്ല് ഇവിടെ കൺഫേം ആക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ തിയോസിൻ്റെ പിള്ളേർ. അതെ തിയോസിൻ്റെ പിള്ളേർ അടിക്കുന്നത്. പക്ഷേ താഴെ നമ്മുടെ ക്ലോസ് ആണ്. IND പിള്ളേർ കയറി. IND പിള്ളേർ ഇവിടെ അല്ല. IND പിള്ളേർ തൊട്ടപ്പുറത്താണ്. ഇവിടെ കോബി ഇവിടെ ഉണ്ട്. കോബി ഒറ്റയ്ക്ക് IND പിള്ളേർ അടിക്കുക. പിന്നിൽ നിന്ന് അടിക്കുന്നു മോനെ. പിന്നിൽ നിന്ന് ആരാണ് നമ്മുടെ ടിപ്പിൻ്റെ പിള്ളേരാണ് സോണിൽ നിന്ന് അടിക്കുന്നത്. അതേ സോണിൽ നിന്ന് അടിക്കാൻ നോക്കുന്നു. അതേ സോണിൽ വെച്ച് വുഡ്മാൻ. പക്ഷേ സോണാരും നോക്കാതെ ഓടുന്നു. മറ്റെല്ലാവരും സോണിൽ വെച്ച് പെട്ടിയാനുള്ള ചാൻസ്. IND പിള്ളേർ അടിക്കുന്നു. കോബീനെ അടിക്കുന്നു. പക്ഷേ ദൂരെ നിന്ന് നമ്മുടെ പിള്ളേർ അടിക്കുന്നു. അവിടെ നോക്കൾ വിടുന്നുണ്ട്. ടിപ്പെക്സ് തന്നെ സോണിൽ വേണ്ടി ടിപ്പെക്സ് വുഡ്മാൻ സോണിൽ നിന്ന് ടിപ്പെക്സിൻ്റെ ടീം സോണിൽ തീരുമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ കോബിരെ കില്ലാര് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കാൻ. കോബിരെ കില്ലാരടിക്കും. അതെ ഈ കില്ലാര് കൊണ്ടോ മോനെ വൈപ്പർ DX നമ്മുടെ കോഡ് റെഡ് അടിച്ചിട്ടുണ്ട്. സോ വൈപ്പർ അതാ നൈസായിട്ട് മോനെ ടിപ്പെക്സ് എന്ത് അടുത്ത അടിയാണ്. ഫുൾ അടിയാണ് മോനെ പിള്ളേർക്ക്. IND പിള്ളേർ പൊരിഞ്ഞടിയാണ്. IND മോഗ്ലി വേണ്ടി ക്ലോസ് ഇവിടെ എവിടെയാണ് ആരാണ് അടിക്കുന്നത്. ഹൈപ്പർ അതാ അടിക്കാൻ ഹൈപ്പർ അത് FB കാരണം തോന്നുന്നു. എററിൻ്റെ പിള്ളേർ നൈസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മുകളിൽ നിന്ന് അടിച്ചിരിക്കുന്നു. മുകളിൽ നമ്മുടെ പിള്ളേർ കയറി ചാമ്പ്യനുണ്ട്. നമ്മുടെ വേറെ ആരുമില്ല. IND പിള്ളേരാണ്. IND പിള്ളേർ കില്ലുകൾ കൺഫേം ചെയ്യുന്നു. പക്ഷേ ആ കില്ലുകൾ ആരാണ് കൊണ്ടുപോകുന്നത് കണ്ടറിഞ്ഞിരിക്കുന്നു. അർജുൻ റെഡ്ഡി ഉണ്ട്. അർജുൻ റെഡ്ഡി ഇവിടെ കറക്റ്റ് എങ്ങും മടികൾ മാത്രം എങ്ങും പൊരിഞ്ഞടികൾ മാത്രം. എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അതേ വനത്തിൻ്റെ പിള്ളേർ ഡെഡിൻ്റെ പിള്ളേർ അടിക്കുന്നു. അത് വനത്തിൻ്റെ പിള്ളേർ അടിക്കുന്നത്. 3 RDX റോക്കി RDX ഡെഡിൻ്റെ പിള്ളേർ അടിക്കുന്നു. ഡെഡ് പൂൾ അവിടെ നിന്ന് അടിക്കുന്നു. ഡെഡ് പൂൾ അത് നൈസായിട്ട് ഒരു കിടുക്കാച്ചി നോക്കിയിട്ട് റോക്കിനെ നോക്കിയിരുന്നു. പക്ഷേ പൂളിന് ആരെങ്കിലും അടിക്കും. മുകളിലും അടി കാശോടോ ഇടോ ഇല്ല. ഇനി അതേ അടുത്തടി കേൾക്കുന്നു. അടുത്തടി എവിടെ നിന്നാണെന്നറിയില്ല. അതേ നൈസായിട്ട് അർജുൻ റെഡ്ഡി അടിക്കുന്നു. അർജുൻ റെഡ്ഡി കവറിൽ നിന്ന് അടിച്ചാണ്. അർജുൻ റെഡ്ഡി പക്ഷേ നൈസായിട്ട് പൂൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങ്. പക്ഷേ അവിടെ അടുത്തടി വനത്തിൻ്റെ ജോഷ് അടിക്കുന്നു. കാശിനെയാണ് നമ്മുടെ വനത്തിൻ്റെ ജോഷ് അടിക്കുന്നത്. പക്ഷേ എല്ലാവരും സോണിൽ മോനെ 15 പേരും ഈ കുഞ്ഞ സോണ് പൊരിഞ്ഞടിയാണ് എങ്ങും കാണാൻ കഴിയുന്നത്. അതേ മിറാമ്പറിൽ പൊരിഞ്ഞടി ആദ്യമായാണ് ഇങ്ങനെ ഒരു എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ നിന്ന് വേണമെങ്കിലും അടിക്കും. മോനെ
ഡെഡിൻ്റെ പിള്ളേർ നൈസായിട്ട് RDX റോക്കിനടിക്കുന്നു. RDX റോക്കിൻ്റെ കില്ല് കൺഫേം ശ്രമമാണ്. ഫ്ലാഷ് ആയിട്ട് പക്ഷേ അങ്ങ് ദൂരെ അയ്യൻ്റെ പിള്ളേർ നൈസായിട്ട് നമ്മുടെ കോഡ് റെഡ് അടിക്കാൻ മോനെ കില്ലുകൾ അടിച്ച കില്ലുകൾ കൺഫേം ചെയ്യാനുള്ള ശ്രമമാണ്. കോഡ് റെഡിൻ്റെ കില്ല് അങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ സോണിൽ പൊരിഞ്ഞടിയാണ്. അത് ഡെഡിൻ്റെ പിള്ളേർ അവിടെ അടിക്കുന്നു. ഡെഡിൻ്റെ പിള്ളേർ ഡെഡ്പൂളിനെ RDX റോക്കിൻ്റെ കില്ല് കൺഫേം ചെയ്തിട്ട് ഫ്ലാഷിൻ്റെ കില്ല് നൈസായിട്ട് നമ്മുടെ വെനത്തിൻ്റെ പിള്ളേർ അർജുൻ റെഡിനെ കില്ല് അങ്ങനെ അടിച്ചിരിക്കുന്നു. അങ്ങനെ ഇനി നമ്മുടെ 4 ടീമും 11 പേര് മാത്രം RDX ടീം തീർന്നിരിക്കുന്നു. മുകളിൽ വെനത്തിൻ്റെ പിള്ളേർ നൈസായിട്ട് ഡെഡിൻ്റെ പിള്ളേർ നോക്കിക്കാണോന്ന് അറിയില്ല. അതേ അടിക്കുന്നു. ആരാണ് മുകളിൽ? ഡെഡ് സ്റ്റീവ് അടിക്കുന്നു. ഡെഡ് സ്റ്റീവ് അതിൻ്റെ ക്ലോസ് അടിക്കുന്നു. പക്ഷേ ഡെഡിന് പിന്നീന്ന് വെനത്തിൻ്റെ പിള്ളേർ അടിക്കുന്നു. പൂളത കാണുന്നു. പൂളത നൈസ് അടിക്കുന്നു. കില്ലുകൾ അത് മോനെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂൾ ഒറ്റയ്ക്കാണ് അടിച്ചിട്ട് പൂളിൻ്റെ അപ്പോൾ അത് കില്ലുകൾ കൺഫേം ആക്കുന്നു നമ്മുടെ ഡെഡ് സ്റ്റീവ് അവിടെ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ലെഫ്റ്റിൽ നമ്മുടെ അസട്ട് കയറി പോകുന്നു. അസട്ട് കയറി മുകളിൽ കയറി പിന്നിലൂടെ അടിക്കുന്ന ശ്രമമാണ്. വെനത്തിൻ്റെ പിള്ളേർ പിള്ളേർ നോക്കിയാൽ മോനെ 2 ടീമും 6 പേര് മാത്രം. ഡെഡിൻ്റെ എത്ര പേരും? ഡെഡിനി ആകെ ആരുള്ളൂ? ഡെഡിൻ്റെ 4 പേരും വെനത്തിൻ്റെ 2 പേര് മാത്രമാണ്. അത് ജീസ് വരുന്നു. ജീസ് അസട്ടിന് അടിക്കാൻ ശ്രമമാണ്. അസട്ട് നൈസായിട്ട് അതേ മോനെ അസട്ട് അത് സ്റ്റീവിനെ അടിച്ചുകൊണ്ട് മോനെ പൊളി. ഡെഡിൻ്റെ പിള്ളേർ വേറെ ലെവലിൽ കളി കളിച്ച് അവസാന നിമിഷം OP ഡെഡിൻ്റെ കിടക്കാച്ചി ഫൈറ്റിൽ പിള്ളേർ അവസാന നിമിഷം ഡെഡിൻ്റെ പിള്ളേർ നൈസായിട്ട് അടിച്ച് ഒരു പിള്ളേരെല്ലാം തീർത്തുകൊണ്ട് കിടക്കാച്ച് കളിയാണ് കളിച്ച് ഇന്നത്തെ. വേറെ ബാക്കി എല്ലാവരും മോശം വന്നല്ല, പക്ഷേ വേറെ ലെവൽ കളിയായിരുന്നു ഇന്നത്തെ ഡിന്നർ. അങ്ങനെ നമ്മൾ ഡെഡിൻ്റെ പിള്ളേരാണ് കൊണ്ടിരിക്കുന്നത്. ഡെഡിൻ്റെ പിള്ളേർ 4, 3, 7, 8 കിലോയോടുകൂടി ഡെഡിൻ്റെ പിള്ളേരാണ് ഇന്നത്തെ ഡിന്നർ അടിച്ചിരിക്കുന്നത്. സെക്കൻഡ് നമ്മുടെ വെനത്തിൻ്റെ പിള്ളേരാണ് 4 കിലോയോടുകൂടി. തേർഡ് നമ്മുടെ എററിൻ്റെ പിള്ളേർ 2 കിലോയോടുകൂടി തേർഡ് അടിച്ചിരിക്കുന്നു. നമ്മുടെ അയ്യൻ്റെ പിള്ളേർ 6 കിലോയോടുകൂടി. ഫിഫ്ത്ത് നമ്മുടെ RDX പിള്ളേരാണ് 5 കിലോയോടുകൂടി. അതുപോലെ തന്നെ തിയോസിൻ്റെ പിള്ളേർ 6ാം സ്ഥാനത്തുണ്ട്. നമ്മുടെ 7th നമ്മുടെ ടിപ്പെക്സിൻ്റെ പിള്ളേരാണ് 7ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 8ാം സ്ഥാനത്ത് നമ്മുടെ DX ഉള്ളവരാണ്. തൊട്ട് പിന്നാലെ തന്നെ DTR ഉണ്ട്. നമ്മുടെ ആരാണ് ഇത്? സ്പാർട്ടയുണ്ട്, എക്സോഡസ് ഉണ്ട്, സിഡാർ ഉണ്ട്, VSOP സാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡെക്സ്റ്റർ ഉണ്ട്, VSOP മറ്റ് ടീമംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ പിള്ളേരുണ്ട്, PXൻ്റെ പിള്ളേരുണ്ട്. സോ ഇന്നത്തെ സ്ട്രീമിംഗ് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ OP കളി വെച്ച് ഡെഡിൻ്റെ പിള്ളേർക്കും കണ്ടിന്യൂഷൻ, ബാക്കിയുള്ള എല്ലാ ടീമുകൾക്കും കണ്ടിന്യൂഷൻ. സോ നാളെ ഇതേ സമയം നമുക്ക് കാണാം. ഇതേ സമയം ടിപ്പെക്സിൻ്റെ അടുത്ത മാച്ചുമായി നമ്മുടെ അറാങ്കലിലെ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. സോ എല്ലാവർക്കും ഇന്നത്തെ സ്ട്രീമിംഗ് ഒന്നും ഇവിടെ നിർത്തുകയാണ്. സോ ഓക്കെ ഗൈസ്, ബൈ.